അമല മനോഹരിയായി വാഴും അമ്മേ മാതാവേ, സുതരിവരൊന്നായി പാടുന്നു നിൻ സ്തുതിഗീതങ്ങൾ. അഖിലർക്കെന്നും ആശ്രയമായി IMSൽ വാഴുന്ന വിമലാംബികെ നിന്നെ വാഴ്ത്തുന്നു. ഓ കന്യാംബികെ നിൻ സ്തുതികൾ പാടുന്നു. അമല മനോഹരിയായി വാഴും അമ്മേ മാതാവേ, സുതരിവരൊന്നായി പാടുന്നു നിൻ സ്തുതിഗീതങ്ങൾ. വേദനയാൽ ആകുലരായി തളരുമ്പോൾ IMS അമ്മേ സുരതാരകറാണി, ആവേ മരിയ ആവേ മരിയ ആവേ മരിയ ആവേ മരിയ. നമ്മുടെ ദൈവത്തിൻ്റെ കരുണയെ നമ്മളൊരു നിമിഷം ഒന്ന് ധ്യാനിക്കുകയാണ്. എൻ്റെ ദൈവം എന്നെ അലിവോടെ നോക്കുന്നവൻ, എൻ്റെ തമ്പുരാൻ എന്നെ കരുണയോടെ നോക്കുന്നവൻ. ഈ നിമിഷങ്ങളിൽ ഓരോരുത്തരും വ്യക്തിപരമായി തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണ അനുഭവിച്ച സംഭവങ്ങൾ ഒന്ന് ഓർമ്മിച്ചേ. തമ്പുരാൻ്റെ സന്നിധിയിൽ നിന്ന് കരുണ കിട്ടിയ ഒരു സമൂഹം തമ്പുരാനെ ഓർമ്മിച്ചുകൊണ്ട് ഒരാൾ തിരിച്ചു വരുമ്പം കർത്താവ് അവരിൽ ബാക്കിയുള്ളവരെക്കുറിച്ചുള്ള ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരാ, ചോദ്യം എന്താ? അനുഗ്രഹം പ്രാപിച്ചവർ 10 പേരല്ലേ, ബാക്കി 9 പേർ എവിടെ? അനുഗ്രഹം പ്രാപിച്ചവര് 10 പേരല്ലേ, ബാക്കി 9 പേര് എവിടെ? ഇന്ന് കർത്താവിനെ യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി സ്തുതിക്കുന്നവര് അറിയേണ്ട ഒരു അനുഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, തമ്പുരാനെ നിരന്തരം സ്തുതിക്കുകയും കർത്താവിനെ ഓർമ്മിക്കുകയും കർത്താവിൻ്റെ കാര്യത്തിൽ വ്യാപരിക്കുകയും ചെയ്യുമ്പം കർത്താവ് സന്തോഷിക്കുന്നു. ഞാൻ എൻ്റെ തിരക്കിൽപ്പെട്ട് എൻ്റെ വ്യാപാരങ്ങളിൽ ഇടപെട്ട് തമ്പുരാനെ മറന്ന് ഞായറാഴ്ച ആചരണം പോലും ചെറുകാര്യങ്ങളുടെ പേരിലൊക്കെ ഒഴിവാക്കുമ്പം ഞാൻ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അനുഗ്രഹം തമ്പുരാൻ്റെ സന്നിധിയിൽ നിന്ന് കിട്ടിയിട്ട് നീ എന്തിയേ? അവരെല്ലാവരും എന്തിയേ? അവരെവിടെ പോയി? ഈശോ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങളെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുക. ഒരു 10 കുഷ്ഠരോഗികൾ കർത്താവേ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് വന്നപ്പം ഈശോ പറഞ്ഞു, നിങ്ങൾ പോയി പുരോഹിതനെ കാണിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ വചനം പറയുന്നത് എങ്ങനെയാണ്? അവർ പോകും വഴി അവർ നല്ല കൊച്ചു കുഞ്ഞുങ്ങളുടെ ശരീരം പോലെ മൃദുല ശരീരമുള്ളവരായിട്ട് മാറുന്നു. അവരാവേശം പൂണ്ട് അവരെങ്ങോട്ടേക്ക് ഓടുന്നു? അവർക്ക് പുരോഹിതനെ കാണുന്നത് എന്തിനു വേണ്ടിയാ? അവർ സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാ. അവർക്ക് സാക്ഷ്യപത്രം വേണം. അതിനുവേണ്ടി വേഗം സാക്ഷ്യപത്രം മേടിച്ച് വീട്ടുകാരെ കാണാനുള്ള ആവേശത്തോടെ അവർ വീട്ടിലേക്ക് ഓടുന്നു. ഒരാളിങ്ങനെ നോക്കുന്നു, എന്നിട്ട് അയാളിങ്ങനെ നോക്കിയിട്ട് മനസ്സിലാക്കുന്നു, ഇതെങ്ങനെ സംഭവിച്ചു? ഇതെൻ്റെതല്ല. ഈ ആരോഗ്യവും ഈ ജോലിയും ഈ കുഞ്ഞും ഈ വിഭവങ്ങളും ഈ സമ്പത്തും ഒന്നും എൻ്റെതല്ല. അപ്പോൾ നമ്മൾ എന്തിനെല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറയണമെന്ന് ഓർക്കുക പ്രിയപ്പെട്ടവരെ. നമ്മളിപ്പോഴും ആ ബാക്കിയുള്ള 9 പേരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്നാലും അമ്മ പോയില്ലല്ലോ. ഇത് ആവർത്തിക്കുന്നവരെ നമ്മളെല്ലാവരും ചിന്തിച്ച് നോക്കിക്കേ. ഇത് ആവർത്തിക്കുന്നു. ഞാനും നിങ്ങളും ആത്മാർത്ഥമായിട്ട് തന്നെ പറയാം. ഞാനും നിങ്ങളും ആവർത്തിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നത് അളവ് കുറഞ്ഞു തന്നെയാണ്. ശരിയല്ലേ? ആരെങ്കിലും പ്രാർത്ഥിച്ചു കൂടിപ്പോയെന്ന് തോന്നിയിട്ടുണ്ടോ? കഴിഞ്ഞ ആഴ്ച ഒരു ധ്യാനം കൂടിയായിരുന്നു. ഇപ്പോഴും ധ്യാനം തന്നെയാ? ആണോ? ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ 24 മണിക്കൂറും പ്രാർത്ഥിച്ചു എന്ന് വിചാരിച്ചാലും കൂടുതലായിട്ടില്ല. കാരണം 24 മണിക്കൂർ പ്രാർത്ഥിക്കാനുള്ള ആരോഗ്യം തന്ന തമ്പുരാൻ അത് കൂടുതൽ ആകുന്നില്ല. അതുകൊണ്ട് കർത്താവ് ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ്, ആ ബാക്കി 9 പേരുടെ നിരയിൽ ചേരാനുള്ളവരല്ല നമ്മൾ. തിരിച്ചു വന്ന് സമയം പോകുമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ബാക്കിയുള്ളവർ പോയേ.
ഈശോ പറഞ്ഞിട്ടില്ലേ പുരോഹിതൻ്റെ അടുത്തേക്ക് പോകാൻ സമയം പോകുക, അതുകൊണ്ട് ഞങ്ങൾ പോകാന്ന്. പക്ഷെ ഈശോ ചോദിക്കുന്നുണ്ട്, ബാക്കി 9 പേർ എവിടെ? എവിടെ? ഈ ചോദ്യം ഗൗരവമായിട്ടൊന്ന് ചോദിക്കാവോ? ഉള്ളിനോട്, എൻ്റെ വീടിനോട്, എൻ്റെ കുടുംബത്തോട്, എൻ്റെ കുടുംബത്തിൽ ഞാൻ കൊടുക്കുന്ന പ്രയോറിറ്റീസ്, അവിടെ ഞാൻ കൊടുക്കുന്ന പ്രാധാന്യങ്ങൾ എന്തിനാ? 24 മണിക്കൂറുള്ള എൻ്റെ ജീവിതത്തിൽ, 24 മണിക്കൂർ എൻ്റെ തമ്പുരാൻ തന്ന എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവിന് എത്ര സമയം അനുവദിച്ചിട്ടുണ്ട്? ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചേ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വില കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മളെല്ലാം ഇവിടെ വന്നിരിക്കുന്നത്. ആ നമ്മൾ തന്നെ നമ്മളോട് വീണ്ടും ആവർത്തിച്ച് ചോദിക്കേണ്ട ചോദ്യമാണ്, എൻ്റെ തമ്പുരാൻ എൻ്റെ ജീവിതത്തിന് എന്ത് വില? എന്ത് വില? ചെറു കാരണങ്ങളുടെയൊക്കെ പേരിൽ ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ സന്ധ്യാപ്രാർത്ഥനകൾ ഒഴിവാക്കുമ്പം കർത്താവിൻ്റെ ഒരു ചോദ്യം നമ്മുടെ നേരെ വരുന്നു, 9 പേരാണല്ലേ, 9 പേരിൽ ഒരാളാകുന്ന ഞാൻ. ഭക്ഷണമൊക്കെ കഴിക്കാൻ നമ്മൾ മറക്കുന്നുണ്ടോ? അത്താഴം കഴിക്കാൻ മറന്നു പോകുന്ന കുഞ്ഞെ മറക്കുവോ? ഇല്ല, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആച്ച മറന്നു പോകുന്നത്. അത് 10 മണിക്ക് എഴുന്നേക്കുന്നുണ്ടല്ലേ മോളെ, അല്ലേ? നമ്മുടെ അല്ലേ അച്ഛൻ എങ്ങനെ മനസ്സിലായി എന്നായിരിക്കും അല്ലേ? മോളുടെ കാര്യമല്ല മോളെ, അച്ഛൻ്റെ ഇവിടെ അനുഭവം വെച്ച് പറഞ്ഞല്ലേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇത് ആവർത്തിക്കപ്പെടുന്നില്ലേ എന്ന് ചിന്തിച്ച് നോക്കിയേ. ദൈവത്തിന് ഞാനും നിങ്ങളും നമ്മൾ ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ കണ്ടെത്തുന്ന വലിയൊരു കാര്യം, ഞാൻ ഇന്ന് വരെ എൻ്റെ ദൈവത്തിന് പൂർണ്ണമായ വില കൊടുത്തിട്ടില്ല. ഞാൻ കൊടുത്തിട്ടില്ല എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഏറ്റു പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ ഈ സമയം ഹൃദയം കൊണ്ട് ഏറ്റു പറഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ ഈശോയ്ക്ക് വില കൊടുക്കാനുള്ളൊരു തീരുമാനം എടുത്തേ. എന്തിനു വേണ്ടിയെന്നറിയാം എടുക്കേണ്ടേ? അനുഗ്രഹം കിട്ടാൻ കർത്താവിനാണ് വില കൊടുക്കേണ്ടത്, വേറെ ആർക്കുമല്ല, വേറെ ആർക്കുമല്ല. ദൈവത്തിന് വില കൊടുക്കുക, ദൈവത്തിന് വില കൊടുക്കുക, സമയത്തിൻ്റെ വില കൊടുക്കുക. നമ്മൾ എടുക്കുന്ന ആ ശ്രദ്ധയില്ലേ, നമ്മൾ പ്രാർത്ഥിക്കാൻ കൊടുക്കുന്ന ശ്രദ്ധ എന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് പ്രിയപ്പെട്ട ഒരാളോട് നമ്മൾ സംസാരിക്കുന്നു, എന്ത് ശ്രദ്ധയല്ലേ നമ്മൾ പ്രാർത്ഥന എന്താ? ആത്യന്തികമായിട്ട് ഏറ്റവും ലളിതമായിട്ട് പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞ പ്രാർത്ഥന എന്താ പറയാമോ? കുറേ ഉരുവിടലുകളാണോ? അല്ലെന്നേ, ദൈവവുമായിട്ടുള്ള സ്നേഹ സംഭാഷണം. നോക്കിയേ, ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ വന്നിരിക്കുന്ന വലിയൊരു വിഷമാണ്, മിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇറിറ്റേറ്റഡ് ആവുന്ന ഒരു കാര്യമാണ്. മിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ഇപ്പം മിണ്ടുന്നു നിങ്ങളോട്, നിങ്ങൾ ആരോ 3 പേര് ഇങ്ങനെ ഇരുന്നുകൊണ്ട് അതിനിടയിൽ മൊബൈൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നു, ഇങ്ങനെ എല്ലാം ഇങ്ങനെ തൂത്തോണ്ടിരിക്കുകയാണല്ലോ നമ്മൾ. മിക്കവാറും കൂടുതൽ സമയം നമ്മളെല്ലാവരും ഇന്ന്, നിങ്ങളല്ല ഞങ്ങൾ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ, നിങ്ങളുണ്ടോ, ഇങ്ങനെ തൂത്തോണ്ടിരിക്കുക, ഇങ്ങനെ അല്ലെങ്കിൽ റിമോട്ടൊക്കെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക നമ്മളെ അല്ലേ, ഇങ്ങനെ. ഒന്നാലോചിച്ച് നോക്കിക്കേ, നമ്മൾ ഗൗരവമായിട്ട് അപ്പൻ, മോളെ നാളെയാണല്ലേ മംഗലാപുരത്ത് പോകേണ്ടത്? അതെ അപ്പ, നാളെ പോകണം മോളെ. അപ്പം നാളെ രാവിലെ 6 മണിക്കാണല്ലോ നമ്മളിവിടെ. രണ്ടാമത്തെ വാക്കിൽ എന്ത് വരും മോളെ? പെട വരും അല്ലേ? ഒറ്റ ഏറെറിയും, നിന്റെ മൊബൈല് എറിയോ? ഇനി ശ്രദ്ധിക്കുക. ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ ഗൗരവം വേണ്ട, സൂര്യവെട്ടത്തേക്കാൾ വെട്ടമുള്ള കണ്ണുള്ള തമ്പുരാന്റെ തിരുസന്നിധിയിൽ ഞാൻ സംസാരിക്കുമ്പം എന്ത് വിലയോടുകൂടിയാ, എന്ത് ശ്രദ്ധയോടുകൂടിയാണ് നമ്മളിരിക്കുന്നത്. എല്ലാം ഓർമ്മിച്ചെടുത്ത് കുറിച്ച് വെക്കുന്ന സമയം എപ്പോഴാണ്? മനസ്സിൽ കുറിക്കുന്ന സമയം. എന്തിൻ്റെ സമയാ? കുർബാനയുടെ സമയം അല്ലേ? നമ്മൾ താക്കോല് മറന്നുപോയതൊക്കെ ഓർമ്മിക്കുന്ന സമയം, സന്ധ്യാപ്രാർത്ഥനയുടെ സമയം, ശരിയല്ലേ? നല്ല ശ്രദ്ധയുള്ളത് കൊണ്ടത് അല്ലേ? ചിന്തിച്ചു നോക്കുക പ്രിയപ്പെട്ടവരെ. നമ്മുടെയൊക്കെ പ്രാർത്ഥന അഴകുള്ള പ്രാർത്ഥനയാകാൻ സ്നേഹ സംഭാഷണമായിട്ട് മാറണം അത്. അതുകൊണ്ട് ഈ സമയം നമ്മൾ ഇത് വെറും വാക്കുകളല്ല പ്രിയപ്പെട്ടവരെ. പ്രാർത്ഥന ഒരു സ്നേഹ സംഭാഷണമായിട്ട് മാറിയാലില്ലേ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊടുക്കുന്ന സമയമില്ലേ, ഏറ്റവും വല്ലാത്ത ഏറ്റവും രുചിയുള്ള ഭക്ഷണം കൊടുക്കുന്ന സമയം പോലെ അത് മാറും. ഏറ്റവും രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന കുഞ്ഞെ, നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും രുചിയുള്ള ഭക്ഷണം പ്രാർത്ഥനയാണെന്ന് തിരിച്ചറിഞ്ഞാൽ ആസ്വദിച്ച് നമ്മൾ പ്രാർത്ഥനയെ അനുഭവിക്കും. ആസ്വദിച്ച് നമ്മൾ ദൈവവചനം കേൾക്കും, ആസ്വദിച്ച് നമ്മൾ ദൈവവചനം വായിക്കും, ആസ്വദിച്ച് നമ്മൾ ഈശോയുടെ സന്നിധിയിൽ നോക്കിയിരിക്കും മടുക്കാതെ. ഈ ഭൂമിയുടെ ഒത്തിരി ഉയർച്ച വലുപ്പം ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന കുറേയധികം മനുഷ്യർ അവർ വീട് വിട്ട് ഇറങ്ങിപ്പോയതില്ലേ? ഈ ആസ്വാദനം അവരുടെ ഹൃദയങ്ങളിൽ കൃപയായിട്ട് കിട്ടിയപ്പോഴല്ലേ? സൗന്ദര്യത്തിടമ്പായിരുന്ന എല്ലാവരെയും വല്ലാതെ സൗന്ദര്യം കൊണ്ട് വല്ലാതെ മനസ്സ് കീഴടക്കിയ ഒത്തിരി വ്യക്തികൾ അവരുടെ മുടിയൊക്കെ ഇങ്ങനെ മുറിച്ച് മൊട്ടയാക്കി അവർ തമ്പുരാന് വേണ്ടി ആരും കാണാത്ത, തമ്പുരാന് മാത്രം അഭയം കൊടുക്കുന്ന ഇടങ്ങളിലേക്ക് മാറുന്നുണ്ടല്ലേ?
ക്ലാരപ്പുണ്യവതിയുടെയൊക്കെ ജീവിതത്തിൽ അല്ലെ വലിയ പ്രഭുകുമാരിയായിട്ട് ഉന്നതങ്ങളിൽ നിന്ന് ഉയരങ്ങളിൽ നിന്ന് മാത്രം തെരുവിൻ്റെ സൗന്ദര്യമൊക്കെ ഇങ്ങനെ നോക്കിക്കണ്ടുകൊണ്ട് ഇങ്ങനെ ഉയരങ്ങളിലിരുന്ന ഇവള് ഈ ഒരു 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 ഈശോയ്ക്ക് വേണ്ടിയുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞിട്ട് അവൾ വെറും 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 മണ്ണിലേക്ക് ഇങ്ങനെയൊക്കെ പാദം വെച്ച് അവളുടെ മനോഹരമായ ഇടതൂർന്ന മുടികളൊക്കെ മുറിക്കാൻ അവളിങ്ങനെ വിട്ടുകൊടുക്കുമ്പം അവളുടെ ഏറ്റവും വിശിഷ്ടമായ പട്ടുവസ്ത്രങ്ങളൊക്കെ മാറ്റി ചാക്ക് വസ്ത്രങ്ങൾ ഒക്കെ ധരിച്ച് ഒരു വെറും സാധാരണ കയറൊക്കെ എടുത്ത് ഈ അരയിലോട്ട് കെട്ടാൻ പോകുമ്പം അവളോട് ഫ്രാൻസിസ് വീണ്ടും ചോദിക്കുന്നുണ്ട്, ക്ലാര, ഇതൊത്തിരി വില കൊടുക്കേണ്ട ജീവിതമാണ്, ഇതൊരു ദിവസത്തെ ബിസിനസ് അല്ല ക്ലാര, ഇത് നിലനിൽക്കുന്ന ഉപേക്ഷയാ, നിലനിൽക്കുന്ന ത്യാഗമാ, നിലനിൽക്കുന്ന വിട്ടുകൊടുക്കലാ. സാധിക്കുമോ നിനക്കിത്? സാധിക്കുമോ ഇത്? അത്രമാത്രം വിലയുണ്ടോ ഈശോയ്ക്ക്? അത്രമാത്രം നിനക്ക് ഇറങ്ങി പോരാനുള്ള മനസ്സുണ്ടോ? കൊച്ചു പെൺകുട്ടിയാ, 18 വയസ്സിൻ്റെ ഒത്തിരി ഇഷ്ടങ്ങളും ലോകത്തിൻ്റെ സ്വപ്നങ്ങളും ഒക്കെ ആകാമായിരുന്ന ഒരു പ്രായത്തിലാണ് ദൈവത്തോടുള്ള വലിയ സ്നേഹം കൊണ്ട് ഇറങ്ങിപ്പോകുന്നത്. ആ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഓമനയായിരുന്ന ആ കാലഘട്ടത്തിൽ സ്വർണങ്ങളൊക്കെ ഇങ്ങനെ ശേഖരിച്ച് മാറ്റി വെച്ചിട്ട് സൗന്ദര്യം കൊണ്ട് വേണമെങ്കിൽ അവളുടെ മൃതസംസ്കാര ശുശ്രൂഷ പറയുകയാണ്, ഇവളുടെ സൗന്ദര്യം കൊണ്ട് അത്രമാത്രം ഉന്നതയായിരുന്നുകൊണ്ട് ആ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന ഒരു സിനിമാ താരമൊക്കെ ആയിട്ട് മാറപ്പെടാൻ, അവളുടെ കഴിവ് സാഹിത്യ അഭിരുചി കൊണ്ട് അറിയപ്പെടുന്ന ഒരു കവയിത്രിയായിട്ട് മാറപ്പെടാൻ, അവളുടെ വല്ലാത്ത കുടുംബ മഹിമ കൊണ്ട് വലിയ കുടുംബത്തിലെ ഒരു പ്രഭുകുമാരിയെ പോലെ ജീവിക്കാനുണ്ടായിരുന്ന സാധ്യത ഉണ്ടായിരുന്ന ഒരാളാണ്. ഇവിടെ 20 പേര് മാത്രം അടങ്ങുന്ന ഒരു സമൂഹത്താൽ ഇപ്പോൾ ഈ മൃതസംസ്കാര ശുശ്രൂഷ നമ്മൾ പങ്കുചേർന്നുകൊണ്ടിരിക്കുക. ആരാലും അറിയപ്പെടാത്ത ഒരു മഠത്തിൻ്റെ 4 അതിർത്തികൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിപ്പോയ ഈ കൊച്ചു കന്യക അൽഫോൺസ നമ്മുടെ നാട്ടിൽ ഒരാളുടെ മൃതസംസ്കാര ശുശ്രൂഷ പറഞ്ഞ വാക്കുകൾ അച്ഛൻ ആവർത്തിച്ച അതാരുടേതാ? അൽഫോൺസാമ്മയുടേത്. നോക്കുക, ഈശോയ്ക്ക് വില കൊടുത്തവർക്കില്ലേ, ഈശോയോടൊപ്പമുള്ള ജീവിതമില്ലേ, വലിയ ബ്ലെസ്സിങ്, അനുഗ്രഹം, അതങ്ങനെ ഒരു സന്തോഷമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ഞാനൊരു കുടുംബത്തിലായിരിക്കുമ്പോഴും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആളാരാ? അച്ഛനെ ചോദ്യം ചോദിക്കുക, ആത്മാർത്ഥമായിട്ട് ഉത്തരം പറയണം. ഇന്നാളും ജീവിതത്തെ സംബന്ധിച്ചൊരു ധ്യാനം നടത്തിയിട്ട് വേണം പറയാൻ, കള്ളം പറയരുത്. മോളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാരാ? കള്ളം പറയരുത്. അച്ഛനോട് മനസ്സിൽ പറഞ്ഞാൽ മതി, ആരാ? അച്ഛൻ ചോദിക്കാതെ എല്ലാവരോടും ഈ ഭൂമിയിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാരാ? ഏറ്റവും പ്രിയപ്പെട്ടത് നിന്റെ ജീവിതത്തിൽ ഏറ്റവും വിലയുള്ളതാരാ? ഒരു കൊച്ചു കുഞ്ഞിനോട് ഈ സൺഡേ സ്കൂളിലെ ഒരു ചെറു സന്ദർശനം ഒരു അച്ഛൻ കൊച്ചു ക്ലാസ്സിൽ നടത്തുകയാണ് കേട്ടോ. കൊച്ചു ക്ലാസ്സിൽ 3ാം ക്ലാസ്സാണെന്ന് വിചാരിച്ചു. 3ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളോട് അച്ഛൻ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുക, മക്കളെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാ? കൊച്ചു കുഞ്ഞുങ്ങൾ സത്യമല്ലേ പറയത്തുള്ളൂ. അവർ ഒന്നിച്ച് പറഞ്ഞേ, അത് ഞങ്ങളെയാന്ന് പറഞ്ഞു. ആരെയാ? ഞങ്ങളെയാന്ന് പറഞ്ഞു. ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാ? ഞങ്ങളെയാ. അപ്പോൾ അച്ഛൻ വീണ്ടും എന്തോ അടുത്ത നല്ലൊരു ഉത്തരം, അടുത്തതെങ്കിലും സ്ഥാനം ഈശോയ്ക്ക് കിട്ടുമെന്ന് വിചാരിച്ചായിരിക്കണം. മക്കളെ, അത് കഴിഞ്ഞാലോ എന്ന് ചോദിച്ചേ. അപ്പം മക്കളെല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞു, അത് കഴിയുന്നില്ലല്ലോ. ഏത്? അത് കഴിയുന്നില്ലല്ലോ. ഏതാ കഴിയുന്നില്ലാത്ത? ഞങ്ങളോടുള്ള സ്നേഹം അങ്ങോട്ട് കഴിയുന്നില്ല. ഏറ്റവും സ്നേഹം അപ്പം മോളെ ആരോടാ? ഈ ഉത്തരം ഒന്ന് മാറ്റി പറയാൻ നമ്മളൊന്ന് ആഗ്രഹിക്കുകയാണ്. ഏറ്റവും വലിയ സ്നേഹം ഈ ഭൂമിയിൽ നമുക്ക് ആരോടാ ഉണ്ടാവേണ്ടത്? ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കാൻ കാരണമായ, ഞാൻ വല്ലാതെ സ്നേഹത്തിന് വിധേയമായ ആരോടാ? ഈശോയോടാ. പ്രിയപ്പെട്ടവരെ, ജെറമിയായോട് പറഞ്ഞ വചനം ഒന്ന് മനസ്സിൽ കുറിച്ചിടുക. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് നീ എൻ്റെ ഹൃദയത്തിൽ ജനിച്ചു. നീ എൻ്റെ ഹൃദയത്തിൽ. ആരുടെ ഹൃദയത്തിൽ? തമ്പുരാൻ്റെ ഹൃദയത്തിൽ. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുക, ഞാനും നിങ്ങൾ ആദ്യം എവിടെയാ നിലനിൽക്കുന്ന? എവിടെയാ? അപ്പൊ ആരോടാ നമുക്ക് യഥാർത്ഥ സ്നേഹം ഉണ്ടാവേണ്ടത്? ഈ ഭൂമിയിൽ ഇന്നലെ കണ്ട മനുഷ്യനോടാണോ? അല്ലെന്നേ. നമ്മുടെ കുഞ്ഞുങ്ങൾ അച്ഛൻ കൂടുതൽ സമയം യുവജനങ്ങളുടെ കൂടെയും കുഞ്ഞുങ്ങളുടെ കൂടെ ഈ കാലയളവിൽ തീർച്ചയായിട്ടും ഇടവക ധ്യാനങ്ങളിലും കുടുംബ ധ്യാനങ്ങളിലും പോകുമ്പോഴും കൂടുതൽ സമയം അച്ഛൻ ചെലവഴിക്കുന്നത് യുവജനങ്ങളുടെ കൂടെയും കുഞ്ഞുങ്ങളുടെ കൂടെയാണ്. ഈ യാത്രയിൽ അച്ഛന് മനസ്സിലായ ഒരു കാര്യമുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി സ്നേഹം അവരോട് തന്നെ, അതിനപ്പുറം സ്നേഹം ആരോടാ?
നിങ്ങൾ വിചാരിക്കും മാതാപിതാക്കളോടൊന്ന്, അല്ലെന്നേ. അവരിന്നലെ കണ്ട ആരൊക്കെയോ ചിലരോട്, ഒത്തിരി പേർക്ക് അവർക്ക് ആരെക്കാൾ സ്നേഹമാണ്? ഈശോയേക്കാൾ സ്നേഹം. തീർച്ചയായിട്ടും ഈശോ ഇല്ലാന്ന് ഉറപ്പുള്ള ഇടങ്ങളിലേക്കൊക്കെ ധൈര്യപൂർവ്വം കാലുകൾ വെച്ചിട്ട് അവർ പറയാണ്, മോളെ ഈശോ ഇനി അവിടെ ഉണ്ടാവത്തില്ലല്ലോ, ഇനി ഈശോയെ കാണാൻ നിനക്ക് പള്ളിയിൽ പോകാൻ പറ്റത്തില്ലല്ലോ. അതൊന്നും സാരമില്ലെന്നേ, അത്ര പ്രധാനപ്പെട്ടതല്ലെന്നേ. അവരവരുടേതായ വാക്കുകളിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുക. എത്രയോ കുടുംബങ്ങളുടെ കണ്ണുനീരാ അത്. നമുക്കറിയാവുന്ന അച്ഛൻ വിചാരിക്കുക, എത്രയോ കുടുംബങ്ങളുടെ കണ്ണുനീരാ. ഈ ആന്തരിക സൗഖ്യ കൺവെൻഷൻ വലിയ അനുഗ്രഹമാകുന്നത് നമ്മൾ തമ്പുരാന് വേണ്ടി നമ്മുടെ വീട് ഒരുക്കി കഴിയുമ്പോഴാണ്. ക്രിസ്മസിന് വളരെ അടുത്താണ് നമ്മൾ. ക്രിസ്മസ് ഉണ്ണിമിശിഹ വന്ന് പിറന്ന, നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ഉണ്ണിമിശിഹ വന്ന് യഥാർത്ഥ കൃപയായിട്ട് നിറയപ്പെടേണ്ട തിരുനാളാണ്. എവിടെയെല്ലാം ഏതെല്ലാം ക്രിബുകളിലെ, ഏതെല്ലാം വിവിധ ഇടങ്ങളിൽ ഒരുക്കപ്പെട്ട ഇടങ്ങളിൽ ഉണ്ണി ഈശോ വന്ന് പിറന്നാലും, അല്ലേ, അനേകായിരം പുൽക്കൂടുകളിൽ ഉണ്ണീശോ വന്ന് പിറന്നാലും, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ വീട്ടിൽ ഈശോയുടെ അനുഭവം എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ അതെല്ലാം കുറേ വർണ്ണ പ്രപഞ്ചമായിട്ടും കുറേ പടക്കം പൊട്ടിച്ചും തീർന്നു പോത്തേ ഉള്ളൂ. കാണുമ്പോൾ രസമുണ്ടല്ലേ? നമ്മുടെ വീട്ടിലും പരിസരത്തും നമ്മൾ കുറേ നക്ഷത്രങ്ങളൊക്കെ നല്ലത് നമുക്ക് കാണുമ്പോൾ സന്തോഷമുണ്ട്. പക്ഷേ വീട്ടിലെ യാതൊരു സമാധാനമില്ല, സന്തോഷമില്ല, പ്രാർത്ഥനയില്ല. തമ്മിൽ കാണുമ്പോൾ എന്നും കലഹം, ബഹളം, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നു. അതെല്ലാം എന്തിൻ്റെ സൂചനയാണ്? തിന്മയുള്ളതിൻ്റെ സൂചനയാണ്, അല്ലേ? തമ്മിൽ കാണുമ്പം കുറ്റപ്പെടുത്തൽ, വഴക്ക്, സംശയം, ദുരാരോപണങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ഗുസ്തി, സന്തോഷമില്ല. ഇതെല്ലാം തിന്മയുടെ സ്വാധീനങ്ങളാണ്. പ്രിയപ്പെട്ടവർ, നമുക്ക് ഈശോയെ വേണം. ഈശോ ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈശോയുടെ സാന്നിധ്യത്തിൻ്റെ ഒരു അടയാളം എന്താണെന്ന് നിങ്ങൾ പറയാമോ? ഈശോ ഈ ഭൂമിയിൽ ജനിച്ച നേരത്ത് മാലാഖമാർ വന്ന് പറഞ്ഞ ഏറ്റവും വലിയ സന്ദേശം എന്താ? സമാധാനം. ഈശോ മരിച്ചു ഉയർത്തതിന് ശേഷം ഈശോ വന്ന് പറഞ്ഞത് എന്താ? സമാധാനം. ശ്രദ്ധിച്ചേ, ഈശോ വന്നിട്ട് അവരുടെ ഇടയിലേക്ക് വന്നിട്ട് ഉദ്ധിതനൻ വന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ നിന്നിട്ട് പറയുന്നത് എന്താ, ഇങ്ങനെ കൈ ഉയർത്തുന്നത്? കാണണം സമാധാനം തന്നത് എങ്ങനെയാ? ഈ കൈവെള്ള കുത്തി മുറിവേൽപ്പിക്കപ്പെട്ടിട്ടാണ് നിനക്ക് സമാധാനം തന്നത്, നിങ്ങൾക്ക് സമാധാനം. എന്നിട്ട് ഈശോ ഈ സമാധാനത്തെക്കുറിച്ച് താൻ ഈ ഭൂമിയിൽ നടന്ന സമയങ്ങളിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഞാൻ തരുന്ന സമാധാനത്തെക്കുറിച്ച് ധ്യാനിക്കണം. ഞാൻ തരുന്ന സമാധാനം ഈ ലോകം തരുന്ന സമാധാനം പോലെ അല്ല കേട്ടോ. ഞാൻ തരുന്ന സമാധാനം ഈ ലോകം തരുന്ന സമാധാനം പോലെ അല്ല. നമ്മൾ ലോകം തരുന്ന സമാധാനത്തിന് വേണ്ടി എത്ര നാളായി തത്രപ്പെടുന്നു, നെട്ടോട്ട് ഓടുന്നു, ആകുലപ്പെടുന്നു. അത് കിട്ടാതെ വരുമ്പം ഇങ്ങനെ വിഷണ്ണരാകുന്നു, സങ്കടപ്പെട്ട് ഇങ്ങനെ മുകളിലോട്ട് നോക്കിയിരിക്കുന്നു, ചങ്കത്ത് കൈവെക്കുന്നു, തലയെ കൈവെക്കുന്നു, താടിക്ക് കൈവെക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഓടുന്നു, അലയുന്നു, മടുക്കുന്നു, ക്ഷീണിക്കുന്നു, തളരുന്നു, കിടക്കുന്നു. കിട്ടുന്നുണ്ടോ? ഇല്ലേ ഇല്ല. സമാധാനക്കേട് കൂടുന്നുണ്ടോ? ഉണ്ടേ അല്ലേ? പ്രിയപ്പെട്ടവരെ, ട്രൈ ജീസസ്. ഈശോയെ നമുക്കൊന്ന് ക്ഷണിക്കുകയും ഈശോയെ നമുക്കൊന്ന് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹമാക്കാൻ, യഥാർത്ഥ സമാധാനമായിട്ട് മാറ്റാൻ. ഇത്രയും നാളും ഒത്തിരി കാര്യങ്ങളുടെ പിന്നാലെ പോയില്ലേ? ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ, അവൾ രക്ഷപ്പെടാൻ വേണ്ടി ഈശോ ഒരു കിണറ്റുകരെ പോയിരിക്കുന്നില്ലേ? ഈശോയ്ക്ക് വെള്ളമൊന്നും വേണ്ടാഞ്ഞിട്ടും, ഈശോയ്ക്ക് വെള്ളം കുടിക്കാൻ ഒത്തിരി മാർഗ്ഗങ്ങളുണ്ടായിട്ടും ഈശോ ബാക്കിയുള്ളവരെ ചിലരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി ഈശോ അങ്ങനെ ചില നേരങ്ങളിൽ വല്ലാതെ ഒറ്റയ്ക്കാവും കേട്ടോ. ഓരോ കുമ്പസാരക്കൂടും സമരിയക്കാരി സ്ത്രീയെ ഈശോ കണ്ടുപിട്ടി ഇടം പോലെയാണ് കേട്ടോ. ഓർത്തേക്കണേ, ഈ ദിനങ്ങളിൽ നിങ്ങൾ കുമ്പസാരം കഴിഞ്ഞോ? കുമ്പസാരം ഉണ്ടോ? അച്ഛൻ്റെ അതിൻ്റെ എപ്പോഴും മുഴുവൻ അന്വേഷിച്ചിട്ടില്ല. ഈ ദിനങ്ങളിൽ കുമ്പസാരത്തിനുള്ള സൗകര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഓരോ കുമ്പസാരക്കൂടും ഈശോ ഇപ്പം തന്ന ഒരു ബോധ്യമാണ്. ആദ്യമായിട്ട് അച്ഛൻ ഇത് പറയുന്നത്. ഓരോ കുമ്പസാരക്കൂടും സത്യത്തിൽ ആ സമരിയക്കാരി സ്ത്രീയെ ഈശോ കാണാൻ വേണ്ടി ഈശോ ബാക്കിയുള്ളവരെല്ലാം ഭക്ഷണം, ഈശോ നിങ്ങൾ എപ്പോഴേലും ബൈബിൾ വായിക്കുമ്പം ഈശോ ഇങ്ങനെ ഒറ്റയ്ക്ക് അധികം കണ്ടിട്ടുണ്ടോ? വളരെ ചുരുക്ക നേരങ്ങളിൽ ഈശോ ഒറ്റയ്ക്ക് കണ്ടിട്ടുള്ളൂ. ഈശോ ഇതിനു മുമ്പ് അച്ഛനെ ഒറ്റയ്ക്ക് കണ്ടിട്ടുള്ള ഒരു സംഭവം ഈശോ പ്രാർത്ഥിക്കാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മാത്രമാണ്. ഈശോ വിജനത്തിലേക്കും മലമുകളിലേക്കും പോയി ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ നേരത്തെ ഈശോയ്ക്ക് വേറെ ആരുടെയും കൂട്ട് വേണ്ട. പ്രാർത്ഥിക്കുന്നതിനെങ്കിലും കൂട്ട് വേണ്ട കേട്ടോ, ഓർത്തേക്കണേ. വേറെ ഒരാൾ തോളത്ത് ചാരി ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ അർത്ഥം തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാ. ഈശോ അങ്ങനെ മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഈശോ ഒറ്റയ്ക്ക് സാധാരണ ഇതിലൊരിക്കലും തന്നെ കണ്ടിട്ടില്ല. ഈശോ എപ്പോഴും വൻ ജനാവലിയുടെ കൂടെയും ശിഷ്യന്മാരുടെ സമൂഹത്തിൻ്റെ കൂടെയും ഇങ്ങനെ. അതുകൊണ്ടല്ലേ ഈശോ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ പോകുമ്പം ഈശോ വന്നിട്ട് ആരോ ഈശോയുടെ ആ വസ്ത്രത്തിൻ്റെ തുമ്പിൽ പുറകിൽ തൊട്ടു. അപ്പം ഈശോ ഇങ്ങനെ പറഞ്ഞു,
എന്നെ ആരോ തൊട്ടു. പത്രോസ്, നല്ല വിവരമുള്ള പത്രോസ് അന്നേരം വിളിച്ചു പോയി പറയാണ്, ഈശോ വിവരക്കേട് പറയരുത്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? എല്ലാവരും നിന്നെ തൊട്ടാ പോകുന്നത്. കാരണം ഈശോ നടക്കുകയല്ല. നിങ്ങൾ പണ്ട് സിനിമയ്ക്കൊക്കെ പോയപ്പം മാറ്റിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിങ്ങളാരെങ്കിലും ആരുടെയെങ്കിലും പണ്ടാ കേട്ടോ, ഇപ്പോൾ ഒക്കെ ടിക്കറ്റ് ഫ്രീ ആയിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. പണ്ട് ഒത്തിരി തിരക്കൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോൾ എങ്ങനെയാണ് പോകുന്നത്? നിങ്ങൾ നടക്കേണ്ട ആവശ്യമുണ്ടോ? ഈശോ ആ മോഡലിലാണ് നടക്കുന്നത്. കാരണം എന്താ? ഈശോ തെരുവിലേക്ക് ഇറങ്ങിയാൽ അത്ഭുതങ്ങൾ കാണാനും അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനും ലക്ഷം മനുഷ്യർ ഈശോയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. അവരിങ്ങനെ ഈശോ ഇങ്ങനെ തള്ളിക്കൊണ്ട് നടക്കണം. ഈശോ ഇങ്ങനെ അങ്ങ് പോവുക, അങ്ങ് തന്നെ ഈശോ ഓരോ ടൗണിൽ നിന്ന് അടുത്ത ടൗണിലെത്തും. ആ വിധത്തിലാണ് ഈശോ മൂവ് ചെയ്യുന്നത്. ആ നേരമാണ് ഈശോ പറയുന്നത്, എന്നെ ആരോ തൊട്ടു. പ്രിയപ്പെട്ടവർ, ഇവിടെ ഇപ്പം ധ്യാനം കൂടാൻ വേണ്ടി 1000 പേരിയ്ക്കുന്നു എന്ന് വിചാരിക്കുക. ഈശോ ഇപ്പോഴിത് പറയുന്നുണ്ട്, എന്നെ ആരോ തൊട്ടു. അപ്പം പത്രോസ് പറഞ്ഞു, ഈശോയെ തൊട്ടുന്നോ? ഒരാളോ? എല്ലാവരും തൊട്ടിരിക്കുക, തള്ളിക്കൊണ്ടിരിക്കുക. അത് തൊടലല്ല. അപ്പൊ എന്താ ഈശോ പറഞ്ഞ? വെറും തൊടലല്ലിത്. ആരെന്നെ വിശ്വാസത്തോടെ തൊട്ടു, ശരണത്തോടെ തൊട്ടു, ആശ്രയത്തോടെ തൊട്ടു, സൗഖ്യം കിട്ടുന്നുള്ള ഉറപ്പോടെ തൊട്ടു. അങ്ങനെ തൊടുന്നവർക്ക് ഇന്നും ഈശോയുടെ ശക്തി കിട്ടും. നോക്കിയ വസ്ത്രത്തിൻ്റെ വിളുമ്പില് അവൻ കണ്ടില്ലെങ്കിലും അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ നിന്ന് പോലും സൗഖ്യം കിട്ടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ സ്ത്രീ ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ തൊട്ടപ്പം അവളിലേക്ക് ഈശോ അറിഞ്ഞു. ഈശോ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമി നമ്മൾ അറിയേണ്ട ഒരു ആത്മീയ സത്യാച്ഛനെ ഓർമ്മിപ്പിക്കുക ഈ സമയം. ഈശോ ഇല്ല ഇവിടെ ഇരിക്കുന്ന 1000 പേരെ അല്ല കാണുന്നത്. ഇവിടെ ഇരിക്കുന്ന 1000 പേരെ ഈശോ ഒന്നിച്ചല്ല കാണുന്നത്. വല്ലതും മനസ്സിലായോ? എന്താ മനസ്സിലായേ? ഈശോ കാണുന്നത് ഇവിടെ ഇരിക്കുന്ന ഒരാളെയാണ്. ഈശോ ഓരോരുത്തരെയും ദർശിക്കുന്നു, ഓരോരുത്തരെയും. ഈശോയ്ക്ക് അങ്ങനെ നോട്ടം. ഈ ഭൂമിയിലുള്ള ഓരോരുത്തരെ കുറിച്ച് ഈശോയ്ക്ക് കൺസേൺ. ഈശോ ശ്രദ്ധിക്കുന്നവർക്ക് കൂടുതൽ കൺസേൺ. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് അന്ന് ഈ സമരിയക്കാരി സ്ത്രീയെ നേടാൻ വേണ്ടി ഈശോ അവരെല്ലാം എന്തൊക്കെയോ ഭക്ഷണം മേടിക്കാൻ വേണ്ടിയൊക്കെ നഗരത്തിലേക്കൊക്കെ വിട്ടിട്ട് ഈശോ ഒരു കിണറ്റുകരയിൽ ഇങ്ങനെ തങ്ങിയിരിക്കുകയാണ്. എന്നിട്ടോ അവള് വെള്ളം കോരാൻ വരുന്നു. ഓരോരുത്തരെ നേടുന്ന ഈശോയ്ക്ക് ഓരോ വിധമാണ്. അവൾ വെള്ളം കോരാൻ വരുമ്പം ഈശോ അവളോട് ഈശോയുടെ ആവശ്യത്തിൽ തുടങ്ങുന്നു, എനിക്കിത്തിരി വെള്ളം കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അപ്പോൾ അവളോടനെ ഈശോയെ നോക്കിയപ്പോൾ ഈശോ ഒരു യഹൂദനാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈശോയോട് പറയുകയാണ്, നീ ഒരു യഹൂദനായിരിക്കെ എന്നോട് വെള്ളം ചോദിക്കുന്നോ? നീ ശ്രേഷ്ഠനായ ജനതയിൽപ്പെട്ടവരല്ലേ, ഞങ്ങളുടെ അടുത്തൊന്നും വെള്ളം കുടിക്കത്തില്ലല്ലോ. അപ്പോൾ ഈശോ എന്താ പറയുന്നത്? ഞാൻ ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നിൽ നിന്ന് ജീവൻ്റെ ജലം ചോദിക്കുകയും ആ ജീവൻ്റെ ജലം എന്നിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്തേനെ. ജീവൻ്റെ ജലമോ? ഇതാദ്യമായിട്ടാണ് അവൾ കേൾക്കുന്നത്, ജീവൻ്റെ ജലം. അപ്പോൾ ആ ജലത്തിൻ്റെ പ്രത്യേകത ഈശോ പറയാണ്, നീ കുടിക്കുന്ന ദാഹജലം കുടിച്ചാൽ വീണ്ടും ദാഹിക്കും, പക്ഷെ ഞാൻ തരുന്ന ജീവജലം കുടിച്ചാൽ പിന്നീട് ഒരിക്കലും. പ്രിയപ്പെട്ടവരെ, ഈ വചനം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈശോ പറയുന്ന വാക്ക് ഇത് തന്നെയാണ്. ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്നത് പോലെയല്ല, ഞാൻ തരുന്ന സമാധാനം നിലനിൽക്കുന്ന സമാധാനമാണ്. ലോകം തരുന്ന എന്ത് ദാഹവും, ലോകം തരുന്ന എല്ലാ സമാധാനവും, ലോകം തരുന്ന എല്ലാ വിഭവങ്ങളും നമുക്ക് അല്പനേരത്തെ ആശ്വാസം തന്നിട്ട് അതിനുശേഷം നമുക്കത് ഉത്കണ്ഠയായിട്ട് മാറുന്നു. ലോക സുഖഭോഗങ്ങളിൽ മുഴുകാനുള്ള എത്രയോ അധികം പരിശ്രമങ്ങളിൽ പോയി കുരുങ്ങിയ ചെറുപ്പക്കാർ, കുഞ്ഞുങ്ങളെ അച്ഛൻ ഈ അടുത്ത ദിനങ്ങളിൽ തുടർച്ചയായിട്ട് കാണുമ്പോൾ അവരിൽ നിന്നിങ്ങനെ ജീവിതമൊക്കെ അടഞ്ഞിട്ട് ജീവിതം മുമ്പോട്ട് പോകാൻ പറ്റാത്തത്, അന്ന് അവരെത്രയോ അധികം മനുഷ്യരിൽ നിന്നൊക്കെ മറഞ്ഞിരുന്ന് ചെയ്ത പ്രവൃത്തികളാണ്. പക്ഷെ ഇന്നത് അവർക്ക് ജീവിതത്തിന് കുഴിയായിട്ട് മാറി. മുമ്പോട്ട് പോകാൻ പറ്റാത്ത വിധം അനുഗ്രഹം നഷ്ടപ്പെട്ട അവസ്ഥ, ശാപം പോലെ മാറിയിരിക്കുന്നു കുടുംബത്തിനും അവർക്ക് തന്നെയും. ഈ കഴിഞ്ഞ ദിവസം M.Com ഒക്കെ പഠിച്ച് പൂർത്തിയായ ഒരു മകൻ ഇന്ന് അവനിങ്ങനെ ഒരു 6ാം ക്ലാസ്സുകാരൻ്റെ ബുദ്ധിയോടെ ഇരിക്കുക. ഇങ്ങനെ 6ാം ക്ലാസ്സുകാരൻ്റെ ബുദ്ധി. M.Com പഠിക്കുക എന്ന് പറയുമ്പം നിങ്ങൾ പഠിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം, അത്ര എളുപ്പത്തിൽ പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല അല്ലേ. ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉള്ളതാണ്, ഇത്തിരി ശ്രദ്ധ വേണ്ടതാണ്. M.Com പഠിച്ച് പൂർത്തിയായവൻ ഇന്നൊരു 6ാം ക്ലാസ്സുകാരൻ്റെ ബുദ്ധിയോടുകൂടി ഇങ്ങനെ ഇരിക്കുക. എന്താ പറ്റിയെന്നറിയാവോ? പാവപ്പെട്ട അപ്പ അമ്മ അറിഞ്ഞില്ല. ഇവൻ പഠിത്തത്തിൽ മിടുക്കനായിരുന്നു, നല്ല കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ പഠിത്തത്തിൻ്റെ ശൈലിയിൽ അവനിങ്ങനെ അടഞ്ഞിരുന്ന് പഠിക്കും. നല്ല മാർക്കുമുണ്ട്. മാർക്ക് കിട്ടിയ സമയങ്ങളിലൊക്കെ അവൻ പഠിക്കുമായിരുന്നു. പക്ഷേ ഏതോ ഒരു കാലയളവിൽ പഠിത്തത്തിൻ്റെ കൂടെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു ദോഷം,
ഒരു തിന്മ. അവൻ ഇൻ്റർനെറ്റിലൂടെ മോശപ്പെട്ട കാര്യങ്ങൾ തുടർച്ചയായിട്ട് കാണാൻ തുടങ്ങി. പാപപ്പെട്ട അപ്പ അമ്മ സഹോദരങ്ങൾ അറിഞ്ഞില്ല. പലതും നമ്മൾ അറിയുന്നില്ല കേട്ടോ, അറിഞ്ഞില്ല. പാവപ്പെട്ട ഈ കുഞ്ഞില്ലേ തുടർച്ചയായിട്ട് ഇതിൻ്റെ മുമ്പിലിരുന്നു. ഇന്ന് 6ാം ക്ലാസ്സുകാരൻ്റെ ബുദ്ധിയായി, 6ാം ക്ലാസ്സുകാരൻ്റെ കാഴ്ചപ്പാടായി. ബുദ്ധി വൈകല്യം ബാധിച്ചു. ഉണ്ടായിരുന്ന ബുദ്ധി, ശ്രേഷ്ഠമായ അവൻ്റെ കൃപ ഒക്കെ നഷ്ടപ്പെട്ടു. അവൻ ഇങ്ങനെ ഇരിക്കുക. അച്ഛൻ അവനോട് മിണ്ടിയപ്പം അച്ഛന് മനസ്സിലായ ദൈവമേ, ഒരു കൊച്ചു കുട്ടിയോട് മിണ്ടുന്നത് പോലെ, ഒരു കൊച്ചു കുട്ടിയോട് മിണ്ടുന്ന പോലെ. ഇപ്പം എന്ത് പറഞ്ഞാലും അവൻ കേൾക്കും. പക്ഷെ എല്ലാം ഒരു കൊച്ചു കുട്ടിയെ പോലെ ആയിപ്പോയി. കൃപയുള്ളൊരു ജീവിതത്തെ നഷ്ടപ്പെടുത്താൻ ബാക്കിയുള്ളവരിൽ നിന്നൊക്കെ മറഞ്ഞിരുന്ന് ചെയ്ത ഒരു പ്രവൃത്തിയാണ്. എല്ലാവരിൽ നിന്നും മറഞ്ഞിരുന്ന ബുദ്ധിമാൻ എന്നുള്ള വിചാരത്തോടെ ഞാൻ ചെയ്യുന്ന ഇതുകൊണ്ട് എനിക്ക് വല്ലാതെ സന്തോഷം കിട്ടും, സുഖം കിട്ടുമെന്ന് വിചാരിച്ച്, ആസ്വാദനം കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന കാര്യമാണ്. പക്ഷെ ഇന്ന് ഇത് ഇവൻ്റെ ജീവിതത്തെ വല്ലാതെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്നത് പോലെയല്ല. ഞാൻ തരുന്ന സമാധാനം നിങ്ങൾക്ക് നിത്യജീവിതത്തിലേക്ക് നയിക്കുന്ന സമാധാനം. ഞാൻ തരുന്ന ജീവജലം കുടിച്ചാൽ നിനക്ക് പിന്നീട് ദാഹിക്കത്തില്ല. നോക്കുക, ഈ സ്ത്രീ പെട്ടെന്ന് ഈശോയോട് പറയുന്നു, നിന്റെ ജീവിതത്തെ സമർപ്പിക്കാതെ തമ്പുരാൻ അനുഗ്രഹം കിട്ടത്തില്ല. പ്രിയപ്പെട്ടവർ, ഈ വാക്ക് ശ്രദ്ധിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ ഇവൾ ധൃതി കൂട്ടിയിട്ട് പറയുന്ന, കർത്താവേ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ജീവജലം താ, എന്നാൽ പിന്നെ വീണ്ടും കുടിക്കാൻ വെള്ളം കോരാൻ ഇവിടേക്ക് വീണ്ടും കഷ്ടപ്പെട്ട് കുടമൊക്കെ എടുത്ത് വരണ്ടല്ലോ. ഈശോ എന്താ പറയുന്നപ്പം? നിനക്കൊറ്റയ്ക്ക് ഞാൻ ഈ വെള്ളം തരത്തില്ല, നീ നിൻ്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് വാ, നിൻ്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് വാ. ഇതെന്തിൻ്റെ സൂചനയാണെന്ന് നിങ്ങൾ ഓർത്തേക്കണം. നമ്മൾ ആ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈശോ ഓർമ്മിപ്പിക്കുന്നത്. എല്ലാവരും ഭർത്താവിനെ അല്ല കൂട്ടിക്കൊണ്ടുവരണ്ടേ. എന്താണെന്നറിയാമോ? അവളെ സംബന്ധിച്ച് അവളുടെ തകർച്ചയെ പരിഹരിക്കാനാണ് ഈശോ ക്ഷണിക്കുന്നത്. അവളുടെ തകർച്ച ഏത് മേഖലയിലായിരുന്നു? ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ. അവളുടെ തകർച്ച ഏത് മേഖലയിലായിരുന്നു? അവളുടെ തകർച്ച അവളുടെ ബന്ധത്തിൻ്റെ മേഖലയിൽ ആയിരുന്നു. അവൾ സംതൃപ്തി ഇല്ലാത്ത ഒരു സ്ത്രീയായി. അവളുടെ സംതൃപ്തി ഈ ഭൂമിയിലെ പുരുഷന്മാരിൽ കിട്ടുമെന്ന് വിചാരിച്ച് അവരൊന്നിനു പിന്നാലെ ഒന്നായിട്ട് പരീക്ഷിച്ച് ഇപ്പോൾ എത്തി നിൽക്കുന്ന എത്രാമത്തെ ആളില്ല? 5ാമത്തെ ആളിൽ. നിനക്ക് 5 ഉണ്ടായിരുന്നു, ഇപ്പോൾ 6ാമത്തെ ആണല്ലേ. നോക്കിക്കേ, 4 വരെയൊക്കെ പോലും ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിലൊക്കെ അനുവദനീയമായിട്ടുണ്ടായിരിക്കാം അന്നത്തെ കാലത്ത്. ഇത് 5 കഴിഞ്ഞു പോയി, അതിർത്തിയെല്ലാം ലംഘിച്ചു. എന്നിട്ട് സംതൃപ്തി കിട്ടാതെ ഇപ്പോൾ അടുത്തൊരാളുടെ കൂടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ തമ്പുരാൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ശരിയാണ് മോളെ, നിനക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞത് ശരിയാണ്. നീ നിയമലംഘനത്തിന് നടുവിലാണല്ലോ. നിനക്ക് ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് മനുഷ്യരെ പരീക്ഷിച്ചിട്ട് അവരിൽ നിന്ന് ആശ്വാസം കിട്ടാത്തതുകൊണ്ട് അടുത്തൊരുത്തിൻ്റെ കൂടെയാണല്ലോ. അതുകൊണ്ട് നിൻ്റെ ദാഹം തീരത്തില്ല മോളെ. അതുകൊണ്ട് ആ ദാഹം ഉപേക്ഷിച്ചിട്ട് വേണം ജീവജലം. അതുകൊണ്ട് നിൻ്റെ ഭർത്താവിനെ കൂട്ടി. ഭർത്താവ് ഏതവസ്ഥയിലാണെന്ന് നമുക്കറിയാം, ഈശോയ്ക്ക് അറിയാം നന്നായിട്ട്. അതുകൊണ്ട് തന്നെ കർത്താവ് ഇന്ന് ഈ ദിനത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരോട് പറയുന്നത്, നിൻ്റെ ജീവിതം ഇല്ലേ, കുറവിലുള്ള ജീവിതം ഇല്ലേ, അത് എവിടെ സമർപ്പിക്കണം? ഇപ്പം കുർബാനയ്ക്ക് നമ്മൾ ഒരുങ്ങാൻ പോവാം. പരിശുദ്ധ കുർബാനയിൽ പ്രിയപ്പെട്ടവരെ, ഈ അൾട്ടാരയിലേക്ക് കർത്താവിൻ്റെ പാദത്തിങ്കൽ കുടം വെച്ചിട്ട് അവൾ പോയില്ലേ എന്നും പറഞ്ഞതുപോലെ അനുഗ്രഹം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ജീവിതത്തിൻ്റെ കുറവുകൾ വിശ്വാസത്തിൻ്റെ ഉറപ്പോടെ എവിടെ സമർപ്പിക്കുക? അൾട്ടാരയിൽ, ബലിവേദിയിൽ സമർപ്പിച്ചോ. ഈശോ ഉത്തരം തരും. പ്രിയപ്പെട്ടവരെ, നമ്മളെ ശിക്ഷിക്കുന്ന ഒരു കർത്താവല്ല നമ്മുടെ ദൈവം. ശിക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവനല്ല. നമ്മുടെ കുറവ് അവസാനം വരെ കാണിപ്പിച്ച് തരുന്നതൊക്കെ എന്തിനാണെന്നറിയാവോ? വചനം വീണ്ടും എത്ര കൺവെൻഷൻ കൂടി, എന്നിട്ടും വീണ്ടും ഈ കാര്യങ്ങളൊക്കെ വീണ്ടും പറഞ്ഞതിൻ്റെ കാരണം എന്നാണെന്നറിയാവോ? കർത്താവ് വീണ്ടും വെള്ളം ഒഴിക്കുക, വീണ്ടും തടമെടുക്കുക, വീണ്ടും വളമിടുക, സാധ്യത നോക്കുക, രക്ഷപ്പെടാനുള്ള സാധ്യത. ഞാനും നിങ്ങളും ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിലേക്കുള്ള വചനം കൂടിയത്. വചനം ഞാനും കേട്ടുകൊണ്ടിരിക്കുക, വചനം നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുക. എന്നോടും വചനം പറയുക, നിന്നോടും വചനം പറയുക, നിനക്ക് രക്ഷപ്പെടാൻ ഇനി സാധ്യതയുണ്ടെന്ന്. നിന്റെ കുറവുകളായിട്ട് നീ വീണ്ടും ഈ അൾട്ടാരയെ സമീപിച്ചാൽ, നിന്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തിയാൽ, നിന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ജീവജലത്തിൻ്റെ കൃപ, സമാധാനത്തിൻ്റെ അഭിഷേകം ഒഴുകും. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം പ്രിയപ്പെട്ട. ആന്തരിക സൗഖ്യം യഥാർത്ഥ കർത്താവിനെ കണ്ടുമുട്ടേണ്ട ദിനങ്ങളുടെ അനുഗ്രഹമാണ്. യഥാർത്ഥ സൗഖ്യം എന്താ? ഈശോ ഉള്ളിൽ നിറയുന്നതല്ലേ. നമുക്കൊക്കെ ഒത്തിരി മുറിവുകളുണ്ട്, വേദനകളും വിഷമങ്ങളുണ്ട്. മുറിവും വിഷമവും പാപവും ഒക്കെ പരിഹരിക്കപ്പെടാനുള്ള ഏറ്റവും എളുപ്പമാർഗം ഈശോ ഉള്ളിൽ നിറയ്ക്കുക. ഈശോ ഉള്ളിൽ നിറയുമ്പം സമാധാനം ഉള്ളിൽ നിറയും.